സ്വഹീഹ് മുസ്ലിമിൽ ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നിസ്കാര ശേഷം ജുവൈരിയ റളിയല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ജുവൈരിയ റളിയല്ലാഹു അൻഹ നിസ്കരിച്ച ആ സ്ഥലത്ത് മുസല്ലയിൽ തന്നെ ഇരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറത്തു പോയി ളുഹ സമയത്ത് തിരിച്ചു വരുമ്പോൾ അപ്പോഴും ജുവൈരിയ റളിയല്ലാഹു അൻഹ തന്റെ ആ മുസല്ലയിൽ ഫജ്ർ നിസ്കരിച്ച അതേ സ്ഥലത്ത് ദിക്റിലായിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ പോയത് മുതൽ ഇങ്ങനെ തന്നെയാണോ ഇരിക്കുന്നത്, ദിക്റിലായിക്കൊണ്ടിരിക്കുകയാണോ ചോദിച്ചു. അപ്പോൾ ജുവൈരിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഅല്ലിമുകി ബികലിമാത്തിൻ തഖൂലിനഹാ, നിനക്ക് പറയാൻ ചൊല്ലാൻ ഞാൻ കുറച്ച് കലിമത്തുകൾ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് നിലക്ക് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ലഖദ് ഖുൽതു ബഅദക അർബഅ കലിമാത്തിൻ സലാസ മർറാത്ത്, നിന്റെ അടുക്കൽ നിന്ന് ഞാൻ പോയതിനു ശേഷം ഞാൻ നാല് കലിമത്തുകൾ പറഞ്ഞു, മൂന്ന് തവണ നാല് കലിമത്തുകൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലൗ വുസിനത് ബിമാ ഖുൽതി മുൻദുൽ യൗം ലവസനത്ഹുൻ, നീ ഇത്ര നേരം ചൊല്ലിയ ആ ദിക്റുകൾ, അതും ഞാൻ പറഞ്ഞ ആ നാല് കലിമത്തുകൾ മൂന്ന് തവണ പറഞ്ഞതും കൂടി തൂക്കി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് കനം തൂങ്ങി നിൽക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അള്ളാഹു പരിശുദ്ധനാണ്, അവനാണ് സർവ്വസ്തുതിയും. എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു തആല വകവച്ചിട്ടുള്ള അള്ളാഹുവിന്റെ തസ്ബീഹ് ചെയ്യാനുള്ള ദിക്റാണത്. എന്നിട്ട് പറഞ്ഞു, ആദദ ഖൽഖിഹി, അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ എണ്ണത്തോളം. അള്ളാഹുവിന് പുറമേയുള്ള അള്ളാഹും അള്ളാഹുവിന്റെ വിശേഷണങ്ങളും കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, അതിന്റെ അത്ര എണ്ണത്തോളം. വരിളാ നഫ്സിഹി, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സ്വന്തത്തിൽ തൃപ്തിപ്പെടുന്ന അത്രത്തോളം എന്ന് പറഞ്ഞു, അത്രയും വലിയ രീതിയിൽ. വസീനത അർശിഹി, അള്ളാഹുവിന്റെ അർശിന്റെ ഭാരത്തോളം. അർശാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുത്, അതിന്റെ ഭാരത്തോളം. വമിദാദ കലിമാതിഹി, അള്ളാഹുവിന്റെ വചനത്തോളം. അള്ളാഹുവിന്റെ വചനങ്ങളെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഈ ഭൂമിയിലെ കടലുകൾ മൊത്തം മഷിയാക്കിയാലും വൃക്ഷങ്ങൾ മൊത്തം പേനയാക്കിയാലും തീരാത്ത അത്രയും അധികമാണ്. അപ്പൊ അള്ളാഹുവിനെ തസ്ബീഹും തഹ്മീദും ചെയ്യുന്നതിന്റെ ആ വ്യാപ്തിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കലിമത്തുകൾ പറഞ്ഞു കൊടുത്തു. ഇത് മൂന്ന് തവണ പറയുക എന്നുള്ളത് അത്രയും നേരെ ദിക്ർ ചെയ്തതിനേക്കാൾ കനം തൂങ്ങുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മറ്റൊരു ഫായിദ കൂടിയും ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പറയാറുള്ളത് ഇൽമിന്റെ ഫദ്ലാണ്. നോക്കൂ, ഒരു ആബിദിനേക്കാൾ ആലിമിനുള്ള ഫദ്ലാണ്. ഒരു ആബിദ് കുറേ നേരം ചെയ്യുന്ന ഇബാദത്തുകൾ കൊണ്ടുള്ള നേട്ടം, അത് ഒരു ആലിം വളരെ കുറഞ്ഞ നേരം കൊണ്ടുള്ള ഇബാദത്ത് കൊണ്ട് നേടുകയും അടുത്ത സമയം വേറെ ഇബാദത്തുകൾക്ക് വേണ്ടി തയ്യാറാവുകയും ചെയ്യും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ നഫ്ലുകളായ ഇബാദത്തുകളേക്കാൾ അഫ്ളലാണ് തൊലബുൽ ഇൽം എന്ന് പറയാനുള്ള കാരണം. അപ്പൊ അറിവുണ്ടാവും തോറും നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുന്ന ഒരു മാർഗമാണ്, നമുക്ക് കൂടുതൽ പ്രതിഫലം കുറഞ്ഞ അമല് കൊണ്ട് കുറഞ്ഞ നേരം കൊണ്ട് നേടിയെടുക്കാൻ നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളത്. അതുകൊണ്ട് ഈ ദിക്ർ നമ്മുടെ പ്രഭാതത്തിൽ നാം ചൊല്ലേണ്ട മൂന്ന് തവണ ജീവിതത്തിൽ പകർത്തേണ്ട ദിക്റാണ്. അതിന്റെ മഹത്വം മനസ്സിലാക്കിയാൽ വളരെ വിശാലവുമാണ്.